പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ നടന്ന ചിക്കൻ ബിരിയാണി സൽക്കാരത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ സൽക്കാരത്തിലാണ് ക്ഷേത്ര പരിസരത്ത് മാംസം വിളമ്പിയത്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നത് നഗ്നമായ ആചാര ലംഘനം തന്നെയാണ്. ശക്തമായ പ്രതിഷേധം തന്നെയല്ലേ ഹിന്ദു സംഘടനയുടെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നത്? അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മണിക്കൂറുകൾക്കടക്കം സമമാധ്യമങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര സങ്കേതത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഇത്ര നിരുത്തരവാദിത്വപരമായ നടപടി സ്വീകരിച്ച, ഇത്ര ആചാരവിരുദ്ധപരമായ നടപടി സ്വീകരിച്ച വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹൈന്ദവ വിശ്വാസികളടക്കം ഉയർത്തുന്നുണ്ട്. കാരണം ഒരു മാംസം ഒരു ക്ഷേത്ര സങ്കേതത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വിശ്വാസ ചിന്തകളെ പറ്റി അല്ലെങ്കിൽ അത്തരം പ്രമാണങ്ങളെ പറ്റി അടിസ്ഥാന ധാരണയുള്ള ഒരാൾക്ക് പോലും അറിയാവുന്നതാണ് മാംസം അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് ഭക്ഷണമായി വിതരണം ചെയ്തൊരു സാഹചര്യം വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നമ്മളോടൊപ്പം കുറച്ച് ഭക്തർ ചേരുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ ആദ്യം തൊട്ട് പ്രതിഷേധമുയർത്തുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും. അവരിലേക്ക് നമുക്ക് എത്താം. ഈ വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്നത് കർമ്മചാരി സംഘമാണ്. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ സജീവമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥ ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ചാർജ് എടുത്ത നാൾ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ നിരവധി കേസുകൾ ഞാൻ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്, കർമ്മചാരി സംഘം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇവിടെ ഏറ്റവും ദുഃഖകരമായ സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം 6-ാം തീയതി രാവിലെ നടന്നിരിക്കുന്നത്. ഒരു ജീവനക്കാരൻ്റെ മകനെ ജോലി കിട്ടിയായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമുച്ചയത്തിന്, അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഓഫീസും രണ്ടും ഒരേപോലെ തന്നെയാണ്, പുണ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയിരിക്കുന്നത്. ഇത് തികച്ചും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. മുൻകാലങ്ങളിൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ദർശന സമയവും ദർശന കാര്യങ്ങളും മാറ്റിയതും ഇന്ന് താഴികക്കുടം വെക്കാത്തതിലും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇദ്ദേഹം തകർക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഈ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കർമ്മചാരി സംഘം പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഭക്തജനങ്ങളുടെ കൂടെ നിന്നും ഇത് ശക്തമായ ഒരു രോഷാഗ്നി ഇതിന് നമ്മൾ പുറപ്പെടുവിക്കുകയാണ്. ഭക്തജനങ്ങളെ സ്വരൂപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ഈ ഉന്നത സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഭക്തജനങ്ങളുടെ ഉണ്ട്, ജീവനക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊന്നും ശ്രദ്ധ ചലിപ്പിക്കാതെ ഇതുപോലുള്ള ദുർനടപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ലൈവിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. ചിലത് കോടതിയിൽ കിടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാലേ മനസ്സിലാവും കോടതിയിൽ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ശക്തമായിട്ട് ഭക്തജനങ്ങളെ സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമര പരിപാടികളിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് കർമ്മചാരി സംഘത്തിൻ്റെ തീരുമാനം. വിഷയമുള്ളത് കാരണം ഈ 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 6-ാം തീയതി നടന്ന് അന്ന് ഏതാണ്ട് പകൽ 11 മണിയോടെയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതേ ഉദ്യോഗസ്ഥർ ഇത് കുളിച്ച് ശുദ്ധം വരുത്താതെ ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിനുള്ളിൽ കടന്നിരിക്കാനും ഈ ഒരു കലശം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓഫീസിലുള്ള പല ഫയലുകളാണെങ്കിലും മറ്റ് രേഖകളാണെങ്കിലും എല്ലാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെയാണ്. രസീതുകളായിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന ഫയലുകളായിക്കോട്ടെ, ഡെസ്പാച്ചിൽ വരുന്ന പേപ്പറുകളായിരിക്കും എല്ലാം പോയിട്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും ഒരു ശുദ്ധികലശം നടത്തണമെന്ന് തന്നെയാണ് കർമ്മചാരി സംഘത്തിൻ്റെ ആവശ്യം. കാരണം ഇതൊരു ശരിയായ രീതിയിലുള്ള ഒരു നടപടിക്രമം അല്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലുള്ള ചില കാര്യങ്ങൾ സംശയാസ്പദമായിട്ടുള്ളതുകൊണ്ടും ഇതിൻ്റെ പേരിൽ ഇത് വളരെയധികം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ഒരു ശുദ്ധികലശം ഇദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ടൊരു ശുദ്ധികലശം നടത്തണമെന്ന് തന്നെയാണ് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തു നിന്ന് പറയാനായിട്ടുള്ളത്. കർമ്മചാരി സംഘമാണ് ഇന്ന് രാവിലെ മുതൽ ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നതും പിന്നീട് പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഹൈന്ദവ ഹിന്ദു ധർമ്മ പരിഷത്തും അതിൻ്റെ പ്രവർത്തകരും ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ സമരവുമായി രംഗത്തുണ്ട്, അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അപ്പോൾ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഗോപാൽജി വീണ്ടും നമ്മോടൊപ്പം ഒന്ന് ചേരുന്നുണ്ട്. ഗോപാൽജി, ഈ ഒരു വിഷയത്തിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കാൻ? കാരണം KP ശശികല ടീച്ചർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമമാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ക്ഷേത്ര ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഉയരുന്നുണ്ട്. അപ്പോൾ അനന്തപുരി ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എന്താണ് പറയുക? ഈ ക്ഷേത്ര ഭരണ സംവിധാനത്തിൽ പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഇതിന് മുമ്പ് ഇതേപോലത്തെ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്. കാരണം ഇവിടുന്ന് മദ്യക്കുപ്പികൾ ധാരാളം കണ്ടെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ജീവനക്കാരായിരിക്കാം. പക്ഷെ മദ്യക്കുപ്പി കണ്ടെത്തുന്നത് ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനോട് ചേർന്നിട്ടുള്ള ഗാർഡ്സ് താമസിക്കുന്ന മുറിയിൽ നിന്നാണ്. ഇതെല്ലാം അന്ന് സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് പൂഴ്ത്തിവെച്ചു. ഇപ്പോഴാണ് രണ്ടാമത് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. തൻ്റെ ഡ്രൈവറിൻ്റെ മകന് ജോലി കിട്ടി, അതിൽ നിന്നുള്ള ഒരാഘോഷം പോലെ നടത്താനാണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അംഗീകാരം കൊടുത്തു. പക്ഷേ അവർ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ആ ബിരിയാണി കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ഇത്തരം നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടി ഒരു റൂം അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആ റൂമിലിരുന്ന് കഴിച്ചാലും ക്ഷേത്രത്തിൻ്റെ അല്ലേ റൂം. അപ്പോൾ ഇത് തെറ്റായുള്ളൊരു പ്രവണത അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവണതയ്ക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണം. അതിന് വിശ്വാസികളെ സംഘടിപ്പിക്കണം. വിശ്വാസികളുടെ നേരെ നടത്തുന്ന വെല്ലുവിളിയാണ് ഇവിടെ നടക്കുന്നത്. വിശ്വാസികളുടെ നേരെയാണ്. ആ വിശ്വാസികളുടെ നേരെ വെല്ലുവിളി നടക്കുന്ന സമയത്ത് ചില വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ ഇത് ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുമ്പം അത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റു പറയുന്ന ചില ആൾക്കാരുണ്ട്. ആ ഏറ്റു പറയുന്ന ആൾക്കാരെ കുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. കാര്യം അവർക്ക് ചില കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നു. ആ നടത്തിക്കൊടുക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഭരണസമിതിയെയും പിന്തുണച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാകുകയാണ്. അത് 100% തെറ്റാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ പല ഹിന്ദു സംഘടനകളെയും ആവശ്യമില്ലാതെ വലിച്ചിഴയ്ക്കുന്നു. ഞാനാണ് ചില പ്രമുഖ സംഘടനകളുടെ ഇവിടുത്തെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം തെറ്റായുള്ള പ്രവണതയാണ്. അപ്പോൾ പ്രതിഷേധം എന്ന് പറയുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എതിരായിട്ട് മാത്രമല്ല, ഞങ്ങളുടെ പ്രതിഷേധം ഇത്തരം പ്രവണത നടപ്പാക്കുന്ന ചില നേതൃത്വത്തിനെതിരെ പോലും ഞങ്ങൾ പ്രതിഷേധിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജീവനക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി വേണമെന്ന് ആവശ്യം? ജീവനക്കാർ അത്തരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടി വേണം. ഇതിന് കൂട്ടുക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി വേണം. ആ നടപടി എടുത്തെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. ഇവിടെ നടക്കുന്ന സർവ്വ കുഴപ്പങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില യൂണിയൻ്റെ ആൾക്കാരുണ്ട്. ഞാൻ ഏത് യൂണിയൻ എന്നൊന്നും പറയുന്നില്ല. ആ യൂണിയൻ്റെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഒരു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല. കൃത്യമായ ബോധ്യത്തോടെ തന്നെ ചെയ്തത്. ബോധ്യത്തോടു കൂടിയിട്ടാണ്. കാരണം ഇതിൽ നിന്നിട്ടാണ് ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ പ്രവർത്തകർ ക്ഷേത്രങ്ങളും ക്ഷേത്ര കമ്മിറ്റികളുമായി സഹകരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെ തകർക്കാൻ മനഃപൂർവ്വം തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ കച്ചകെട്ടി ഇറങ്ങുന്ന ആൾക്കാരുടെ പ്രതിനിധികൾ ഇതിലുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ളൊരു പരിപാടിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ, ഇതിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഹിന്ദു സമൂഹം ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. ആ ഹിന്ദു സമൂഹത്തിലെ വിശ്വാസികൾ ആൾക്കാർ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രതിഷേധങ്ങൾ അതിങ്ങനെ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഹിന്ദു സംഘടനാ നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ കൗൺസിലർ ഉണ്ട്. ചേട്ടാ, എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അല്ല, ഇത് വെറും നിരുത്തരവാദപരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം അറിയാതെ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം നല്ല അറിവുള്ള മനുഷ്യരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പവിത്രതയൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇവർ ഇത് ഇങ്ങനെ ഒരാളിന് ജോലി കിട്ടിയവരുമായി ബന്ധപ്പെട്ട് അവിടെ ബിരിയാണി വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇത് ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഒരു പ്രവണതയാണ്. ഇത് ഒരിക്കലും വച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ നേരത്തെ ഗോപാൽജി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല, ഇവരിപ്പോൾ ഈ ഹിന്ദു സംഘടനയിൽ നിന്ന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്ത് അയാളെ അവിടെ നിന്നും പുറത്താക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനം നടക്കും, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നു നേരത്തെ ആരോപണമുണ്ട്. അപ്പോൾ ഈ ഇവിടെ നടന്നിട്ടുള്ള ഈ ആചാര ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ശുദ്ധികലശമൊക്കെ വേണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്താണ് അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ശുദ്ധികലശം നടത്തുക തന്നെ വേണം. ഇതുപോലെ ആചാര ലംഘനം നടത്തിയ ക്ഷേത്രങ്ങളിൽ അവിടെ ഭഗവാന്റെ പവിത്രത കുറയും, ഭഗവാന്റെ ശക്തി കുറയും. അത് വീണ്ടും എടുക്കണമെങ്കിൽ അവിടെ ശുദ്ധികലശം തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും അത് അത്യാവശ്യമായ കാര്യമാണ്. ഹിന്ദു സംഘടനകൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുൻപേ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണമെന്നുള്ള ആവശ്യം ശക്തമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പങ്കുവഹിച്ച ഇതിന് കൂട്ടുനിന്ന ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്ന സാഹചര്യത്തിൽ ഒരു ശുദ്ധികലശവും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷത്തിലും ഭക്തരും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഈ വിഷയം അത് മറച്ചു പിടിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഇത് ഇത്രയും വെളിയിൽ ഒരു കൂടുതൽ ചർച്ചയാകുന്ന രീതിയിലേക്ക് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് തുടർ ദിവസങ്ങളിലും സാധ്യത. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ നടന്ന ചിക്കൻ ബിരിയാണി സൽക്കാരത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്നത് ബോധപൂർവമായ ആചാര ലംഘനം തന്നെയാണ്.
പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.